ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പുരാതന ഗ്രീസിൽ ഡയോജനസ് എന്ന വിവേകിയായ ഒരു തത്വചിന്തകൻ ജീവിച്ചിരുന്നു. അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാനും അദ്ദേഹത്തെ കാണാനുമായി രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ധാരാളം ആളുകൾ വന്നിരുന്നു. ഡയോജനസ് ഒരു വിചിത്ര സ്വഭാവക്കാരനായിരുന്നു. ഭൗതികമായ ഒന്നും ഒരാൾക്ക് അധികമായി ആവശ്യമില്ല എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഒരു വീട്ടിലായിരുന്നില്ല താമസിച്ചിരുന്നത്. പകരം ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് ഉരുട്ടിക്കൊണ്ടു പോകാമായിരുന്ന ഒരു മരം കൊണ്ടുള്ള വീപ്പയിലായിരുന്നു അദ്ദേഹം ഉറങ്ങിയിരുന്നത്. വിവേകിയായ ഈ മനുഷ്യനെക്കുറിച്ച് മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി കേട്ടിരുന്നു. അദ്ദേഹം ആ പട്ടണത്തിൽ വന്നപ്പോൾ തത്വചിന്തകനെ കാണാൻ തീരുമാനിച്ചു. നഗരത്തിന് പുറത്ത് തൻ്റെ വീപ്പയുടെ അടുത്തായി തറയിൽ കിടന്ന് സൂര്യരശ്മി ആസ്വദിക്കുകയായിരുന്ന ഡയോജനസിനെയാണ് അലക്സാണ്ടർ കാണാനായിട്ട് കടന്നു വന്നത്. സൈനികരും ഉദ്യോഗസ്ഥരും രാജാവിനോടൊപ്പം ഉണ്ടായിരുന്നു. ഇത്രയധികം ആളുകൾ അടുത്തേക്ക് വരുന്നത് കണ്ടപ്പോൾ ഡയോജനസ് എഴുന്നേറ്റിരുന്നു. അലക്സാണ്ടർ വിനയത്തോടെ അദ്ദേഹത്തെ അഭിവാദ്യം ചെയ്തു. എന്നിട്ട് ചോദിച്ചു, ഡയോജനസ്, അങ്ങയെക്കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അങ്ങേക്കായി ഞാൻ എന്തെങ്കിലും ചെയ്തു തരണമോ? അദ്ദേഹം ശാന്തനായ മറുപടി പറഞ്ഞു, വേണം. ദയവായി ഒരല്പം മാറി നിൽക്കൂ. ഞാൻ ഈ വെയിൽ കൊള്ളുകയാണ്. അത് തടയാതിരിക്കൂ. ഈ മറുപടി അലക്സാണ്ടറെ വളരെയധികം അത്ഭുതപ്പെടുത്തി. രാജാവിന്റെ ശക്തിയും അധികാരവും ഒന്നും തനിക്ക് പ്രാധാന്യമുള്ളതല്ല എന്ന് കാണിച്ച അതിഗംഭീരമായ സ്വാതന്ത്ര്യമാണ് ഡയോജനസ് പ്രകടിപ്പിച്ചത്. ഈ മറുപടിയിൽ അലക്സാണ്ടർ ഒട്ടും കോപിച്ചില്ല. പകരം തനിക്ക് വേണ്ടി ഒന്നും ആവശ്യമില്ലാത്ത തന്നെ അവജ്ഞയോടെ കണ്ട ആ മനുഷ്യന്റെ സ്വഭാവത്തെയും മഹത്വത്തെയും ചക്രവർത്തി അഭിനന്ദിച്ചു. അലക്സാണ്ടർ തന്റെ ഉദ്യോഗസ്ഥരോടായി പറഞ്ഞു, ഞാൻ അലക്സാണ്ടർ ആയിരുന്നില്ലെങ്കിൽ ഡയോജനസ് ആകുവാൻ ഞാൻ ആഗ്രഹിക്കുമായിരുന്നു. യഥാർത്ഥ ശക്തിയും സന്തോഷവും പുറമേയുള്ള സമ്പത്തിലും അധികാരത്തിലുമല്ല കുടികൊള്ളുന്നത്. ഏറ്റവും കുറഞ്ഞ ആവശ്യങ്ങളോടെ ജീവിക്കുകയും ഭയമില്ലാതെ സത്യം സംസാരിക്കുകയും ചെയ്യുന്ന ഒരു മനസ്സിന് ലോകത്തിലെ വലിയ സാമ്രാജ്യങ്ങളെക്കാൾ സ്വാതന്ത്ര്യമുണ്ട്. നമുക്കൊന്നും ആവശ്യമില്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവിന് പോലും നമ്മെ സഹായിക്കാനോ ഉപദ്രവിക്കുവാനോ കഴിയുകയില്ല. ആവശ്യങ്ങൾ കൂടുമ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെ കൂടുതലായി ആശ്രയിക്കേണ്ടി വരുന്നത്. ഈ ലോകത്തിലെ സകലവും നശ്വരമാണെന്ന് കരുതുന്നവന് രാജാവിൽ നിന്ന് എന്ത് സഹായമാണ് വേണ്ടത്? എല്ലാം മായയാണെന്ന ശലോമോന്റെ വാക്യങ്ങൾ നമ്മെ ശക്തിപ്പെടുത്തണം. നശ്വരമായ ഈ ലോകത്ത് ജീവിക്കാൻ ആരെയും ഭയപ്പെടേണ്ടതില്ല, ആരുടെയും മുമ്പിൽ കൈനീട്ടേണ്ടതുമില്ല. കാരണം നശ്വരമായ ലോകത്തിനു വേണ്ടി ചെയ്യുന്ന പരിശ്രമങ്ങൾ എല്ലാം അവസാനം വെറുതെയാകും. എന്നാൽ അനശ്വരമായ ലോകം എന്ന വലിയ ലക്ഷ്യം മുന്നിലുണ്ട്. അതിനുവേണ്ടി കഠിനമായി പരിശ്രമിക്കുന്നവരാകാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.